പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് രാവിലെ എന്താക്കും എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നരച്ച മുടീൻ്റെ എണ്ണയൊക്കെ എടുത്ത് അതിനുശേഷം മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ പത്തിരിയും മുട്ട റോസ്റ്റും ആക്കാമെന്നുള്ള പ്ലാനിലെത്തി. അങ്ങനെ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് വെച്ച് പത്തിരിക്ക് വേണ്ട പത്തിരിയല്ല ഒറോട്ടിക്ക് വേണ്ട മാവൊക്കെ കുഴച്ച് വെച്ച് മുട്ട റോസ്റ്റിന് വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കാത്തുമ്മ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട പണി പിടിച്ച് നിൽക്കുക വീഴുക ഇത് തന്നെയാണ് നമ്മളെ മെയിൻ പരിപാടി. അങ്ങനെ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് കുക്കറിലാണ് മുട്ട റോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ കുക്കറിൽ കടുകൊന്നും ഇട്ടില്ല, ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഉപ്പിട്ട് അതിനുശേഷം ഒരു അരക്കഷ്ണം തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി. പിന്നെ രണ്ടാമത്തെ അടുപ്പിൽ ഒറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള കല്ല് വെച്ച് കയ്യിൽ തന്നെ ഒറോട്ടി പരത്താമെന്ന് വെച്ച് കയ്യിൽ തന്നെ പരത്തി കുഞ്ഞ് ഒറോട്ടി ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഒറോട്ടി ആക്കാൻ നല്ലോണം ക്ഷമ വേണം, എന്നാൽ മാത്രമേ ഒറോട്ടി ആവും. കാരണം ഓരോ സൈഡും മാറ്റി ഇട്ടിട്ട് വെളിച്ചെണ്ണയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് കല്ലിൽ നല്ലോണം പൊള്ളിച്ചെടുക്കുക വേണ്ടേ. അപ്പോൾ രണ്ട് സൈഡും ആക്കി എടുത്ത് അതാക്കണ്ടേ. അപ്പോൾ അത്യാവശ്യം ക്ഷമ വേണം, പക്ഷേ നല്ല ടേസ്റ്റുമാണ് തിന്നാൻ. അതുകൊണ്ട് കുറച്ച് ക്ഷമിച്ചാലും കുറച്ച് കഷ്ടപ്പെട്ടാലും ആക്കിയെടുത്താൽ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ആക്കുന്നത്. ഇന്ന് ലേറ്റായ ദിവസമാണ്, നന്നായിട്ട് വിശക്കുന്നുണ്ട്, പിന്നെ ആക്കണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് ആക്കുക തന്നെ. അങ്ങനെ കുഞ്ഞു ഒറോട്ടി കൈമ തന്നെയാണ് പരത്തുന്നത്. ഇലയിൽ പരത്തിയിട്ട് ഇല അങ്ങ് കമിഴ്ത്തി പാൻ്റെ മേലെ ഇടുകയോ വേണ്ടു. പക്ഷെ പുറത്ത് പോയിട്ട് ഇല പറിക്കണമല്ലോ, ആ മടി കൊണ്ട് എല്ലാം കൈമേൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെള്ളമാക്കിയാൽ പെട്ടെന്ന് കൈമന്ന് പറഞ്ഞു കിട്ടും. അങ്ങനെ കൈമന്ന് എണ്ണ ആക്കി മൂന്നാമത്തെ അടുപ്പിൽ കുറച്ച് ചോറിന് വെള്ളവും വെച്ച് അത് പതച്ചപ്പോൾ അരിയിട്ടു. കാരണം രാവിലെ തന്നെ ചോറും കറിയും ചായ എല്ലാം ആയാൽ അങ്ങാവും. ഇതല്ലെങ്കിൽ രാവിലത്തെ ചായക്കടിയാക്കി അത് കഴിച്ച് ആ പാത്രം കഴുകുമ്പോഴേക്ക് ഉച്ചക്കത്തെ ആക്കണം. ഉച്ചക്കത്തെ ചോറും കറിയും വറവുമായി അത് തിന്ന് അതിൻ്റെ പാത്രം കഴിയുമ്പോഴേക്ക് വൈകുന്നേരമാവും. പിന്നെ വൈകുന്നേരത്തെ ആക്കണം, അത് തിന്ന് അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പാത്രവും കഴുകി ആകുമ്പോഴേക്ക് രാത്രി കിടക്കാനായി. ഇത് ഫുഡാക്കുക, തിന്നുക, പാത്രം കഴുകുക, ഇത് മാത്രമാണ് ഒരു ദിവസം നടക്കുന്നത്. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ലാതെ പോലെയായി ഇപ്പം. അതുകൊണ്ട് ഞാൻ വെച്ചിരുന്ന് രാവിലെ തന്നെ എല്ലാ കാര്യവും ആക്കണമെന്ന്. അങ്ങനെ കുക്കറിൽ ഒരു വിസിൽ വന്നപ്പോൾ 3 മുട്ട ഇട്ടിനേനും. അപ്പോൾ 3 മുട്ടയും വെന്തു, അതിൻ്റെ കൂടെ ഇട്ട തക്കാളിയും ഉള്ളിയും കൂടി വെന്ത് കിട്ടി. പിന്നെ തക്കാളി ഉള്ളിയിൽ ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയെല്ലാം ചേർത്ത് മുട്ട റോസ്റ്റും ആയി.